എന്താ ഊര്? ബാംഗ്ലൂർ ജാലി ജാലി പാണ്ടിച്ചേരി ബാംഗ്ലൂർ. நீங்க இந்த இடமா? ஹைதராபாத். ஓகே, ஹாய் ஹைதராபாத். ஃபேமஸான பிரியாணி. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാരഡൈസ് ബീച്ചിനോട് മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. ഹൈദരാബാദിലെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. രസമാണ് കേട്ടോ. നമുക്ക് നിങ്ങളും പോണ്ടിച്ചേരി വന്നാൽ വരേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് മിനി ഗോവ. കാരണം ബോട്ടിനാണ് വരേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ആ മലയാളത്തിൽ തന്നെ പറയാം. നമ്മൾ പോണ്ടിച്ചേരിയിലാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ പോണ്ടിച്ചേരിയാണെന്നുള്ളത്. നമ്മൾ പാരഡൈസ് ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇപ്പം
50 இருக்கு. எப்படி இருக்குங்க? நல்லா இருக்கு. நல்லா இருக்கு. நீங்க first time தான் இருக்கீங்க. நீங்க எத்தனை பேர் வந்திருக்கீங்க? 8 பேர். 8 people வந்திருக்கீங்க. ஓகே. இனி நெக்ஸ்ட் எங்க போவீங்க? இங்கே சைட் சீனிங்ல 2 days. പോണ്ടിച്ചേരി 2 days. ഓക്കെ. ലൈഫ് എൻജോയ് பண்ணணும். ശരി പാക്കല്ല. നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ കண்டிപ്പാ കോൾ பண்ணணும். 100% sir. Okay, thank you. ഒരു ഹായ് சொல்லுங்க. Hi. All the best. ബാംഗ്ലൂർ. Okay. Thank you very much. Thank you. നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടാ. ഇവർ രണ്ടും കേരളക്കാരാണ്. ഇവർക്ക് ചെന്നൈ അല്ലേ? ചെന്നൈ. എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് ഇവരെ പരിചയപ്പെട്ടപ്പോ തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ നിതിനുമായിട്ട് സംസാരിച്ച് തൊടുപുഴ, പിന്നെ ഇദ്ദേഹം ചെന്നൈയിൽ സെറ്റിലാണ്. പക്ഷെ ഇദ്ദേഹത്തിന് സിനിമയുമായിട്ട് അത്യാവശ്യം താല്പര്യമുള്ള മേഖലയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിൽ സിനിമ ഡയറക്ടറാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിൻ്റെത് നാട്ടില് ഇദ്ദേഹം നിർദ്ദേശപ്രകാരം ഓരോരുത്തർ അതിൻ്റെ നാട്ടിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു നേരിട്ട് തന്നെ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആണെങ്കിൽ നേരിട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ചെയ്യട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ അനുഗ്രഹങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാണ്. ഭാവിയിൽ ഒരു ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്ന പാർഡൈസ് ബീച്ചിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ആദ്യം, അതായത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരുന്നത് ഇവിടെയായിരുന്നു ബോട്ട് കെട്ടി. അതുകൊണ്ട് ഇതുവഴിയാണ് ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇതാണ് എൻട്രൻസ്. ഈ നിർഭാഗ്യവശാൽ ഇവിടുത്തെ കാറ്റും മഴയത്തും അത് മറിഞ്ഞു വീണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോ ഇത് തെക്ക് വശത്ത് കെട്ടിന്നാണ് ഇറങ്ങി വന്നത്. ഇത് ഭയങ്കര മനോഹരമാണിത്. കാരണം കേരളത്തിൽ നിന്ന് വരുന്നവരും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വരുന്നവരും നമ്മുടെ പോണ്ടിച്ചേരി പാർഡൈസ് ബീച്ച് കാണുന്നതാണ്. എന്താ പറയാ, ഏതെങ്കിലും ബീച്ചിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നടന്നു വരാം, അല്ലാന്നുണ്ടെങ്കിൽ ബോട്ട് വരാം. ബോട്ട് വരുന്നത് ബെറ്റർ. കാരണം നിങ്ങൾക്ക് ബോട്ട് 250 രൂപ. അതെ, സോറി. അപ്പൊ ഏതൻ ബീച്ച് നിന്റെ തൊട്ട് പറ്റേ തന്നെ. അപ്പൊ അതുവഴി നമുക്ക് നടന്നു വരണമെങ്കിൽ നമുക്ക് നടന്നു വരാം. ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് പറഞ്ഞാൽ ബോട്ടിങ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പാർഡൈസ് ബീച്ച് അവിടെ ബോട്ടിങ്ങിന് ചാർജ് ഉൾപ്പെടെ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കുക, ഏത് സമയത്തുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈകിട്ട് 6 മണി വരെയുള്ള ഇവിടുത്തെ എൻട്രൻസ്. വൈകിട്ട് 6 മണിക്ക് റിട്ടേൺ പോകണം. റിട്ടേൺ പോകുന്ന ഫ്രീ ആണ്. അവിടുത്തെ ടിക്കറ്റ് മാത്രം. രാവിലെ വന്നിട്ടാലും വൈകിട്ട് പോയാലും മാത്രമേ ഈ രാവിലെ പോയി വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്റെ ഭാര്യ ക്യാമറയുടെ പോകും പിന്നെ ഇന്നാണ് ചേച്ചിട്ടിരിക്കണം. ഞാൻ ആ കാഴ്ചകൾ കാണുന്നത്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക. ഇത് മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര മനോഹരം. എനിക്ക് വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് വരാവുന്ന, അതായത് ഗോവയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് വരാവുന്ന ഏറ്റവും അടുത്ത ബീച്ച് പോണ്ടിച്ചേരിയാണ്. അതായത് മിനി ഗോവ എന്ന് അറിയപ്പെടുന്ന വളരെ മനോഹരമായ സ്ഥലം. ഇപ്പൊ സ്വാഭാവികമായിട്ട് വെയിൽ കുറവായിട്ട് ഇച്ചിലൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പൊ മരങ്ങളും പിന്നെ പപ്പും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. പേരൊന്നും പറയാനില്ല, കാരണം എന്റെ ഭാര്യ അവിടെ ചിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ബൈ, ടേക്ക് കെയർ. കൊണ്ട്